ഹായ് ഫ്രണ്ട്സ്, ഹരി ജേർണി ആൻഡ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്ന കണ്ണൂരാണ്, അറക്കൽ മ്യൂസിയത്തിൽ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ പോയി കാണാം. ഇവിടെ എൻട്രി ഫീ വരുന്നത് 20 രൂപയാണ്. ക്യാമറ എടുക്കുന്നതിന് 25 രൂപ ചാർജ് വരും. ടൈമിംഗ് വരുന്നത് 9:30 തൊട്ട് 5:30 വരെയാണ് ടൈമിംഗ്. അറക്കൽ രാജകുടുംബത്തിൻ്റെ കഥ. കേരള ചരിത്രത്തിൽ അവസരണീയമായ ഇനങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന രാജകുടുംബമാണ് അറക്കൽ. പത്തേമാരികളും പായ്ക്കപ്പലുമായി പണ്ടുകാലം മുതൽ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും തേടി മലയാളക്കരയിലെത്തിയ വിദേശികൾ മാത്രമല്ല, പഠിക്കുവാനും കാണുവാനും എത്തിയ എത്രയോ സഞ്ചാരികളും എഴുത്തുകാരും പ്രകീർത്തനങ്ങളും ചൊരിഞ്ഞ ആലി രാജാവും അറക്കൽ ബീവിയുമെല്ലാം ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മകളുമായി നിലനിന്നിരുന്നു. ചരിത്രത്തിൻ്റെ കഥ പറയുന്നു. അതിൻ്റെ തിരുശേഷിപ്പുകളാണ് ഇന്ന് ഇവിടെ കാണുന്ന കൊട്ടാരവും പള്ളിയുമെല്ലാം. എത്രയെത്ര പടയോണങ്ങളും പിടിച്ചെടുക്കലുകളും പടനായകന്മാരുടെയും ആതിഥ്യത്തിൻ്റെയും ഈ കൊട്ടാരം സാക്ഷിയായിട്ടുണ്ട്. പള്ളിവാളും പടയോട്ടമണിഞ്ഞ പടനായകന്മാരോടൊപ്പം നിരവധി രാജാക്കന്മാർ ഈ കൊട്ടാരത്തിൽ വിരുന്നുകാരായി എത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരും ഇവിടെ എത്തിയിട്ടുള്ളവരിൽ പെടുന്നു. അവസാനം ഇന്ത്യ ഇംഗ്ലീഷുകാരുടെ കൊടിക്കീഴിലായതോടെ കേരളത്തിലെ മറ്റ് രാജകുടുംബങ്ങളിൽ ഉള്ളതുപോലെ അറക്കലിൻ്റെ പ്രതാപവും അവസാനിപ്പിച്ചിരിക്കുന്നു. അതെല്ലാം ഓർമ്മകൾ മാത്രം. കാലത്തിൻ്റെ നാൽക്കവലയിൽ ചരിത്രത്തിൻ്റെ 1000 കഥ പറയുന്ന മുതുമുത്തശ്ശി കഥ പോലെ ഇന്നും അറക്കൽ കൊട്ടാരം അത് അയവിറക്കുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഗതകാല സ്മരണകൾ ഒന്നാണ്. ഇപ്പോൾ ഇത് നോക്കുന്ന കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ ധനസഹായത്തോടെ ആർക്കിയോളജിക്കൽ വകുപ്പാണ് അറക്കൽ മ്യൂസിയം നോക്കുന്നത്. അറക്കൽ രാജകുടുംബത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വിവിധ പൈതൃക വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിൻ്റെ ഭരണം നടത്തുന്നതിന് കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ട്രസ്റ്റാണ്. അറക്കൽ കെട്ടിടങ്ങളിലെ പഴയ ഓഫീസുകളും ദർബാർ ഹാളും പ്രവർത്തിച്ചിരിക്കുന്ന കെട്ടിടമാണ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെയാണ് കുടുംബാംഗങ്ങൾ താമസിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് വെച്ചാൽ ഫുൾ മരമാണ്. മരം കൊണ്ടാണ്, ഫുൾ തേക്കാണ്. തേക്കിൻ തടി കൊണ്ടാണ് ഇത് ഫുൾ പണിതിരിക്കുന്നത്. ഫ്ലോറും എല്ലാം തേക്കാണ്, മച്ചമെല്ലാം തേക്കിൻ തടിയാണ് ഫുള്ള്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു കൊട്ടാരം തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.